നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ദാവീദിനും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 34 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. സാദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമ്പോൾ നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. അന്നു മുതൽ ആരും അവനോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ ആദ്യം പരീശന്മാരും ഹെരോദ്യരും ഒരുമിച്ച് ചേർന്ന് വന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ ആദ്യം കണ്ടത്. പിന്നീട് സാദൂക്യർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഒരു കുടുക്ക് ചോദ്യമൊക്കെ ചോദിച്ചു. പക്ഷെ അവർ പരാജയപ്പെട്ടു. യേശു സാദൂക്യരെ മിണ്ടാതെ ആക്കി എന്ന് കണ്ടപ്പോൾ വീണ്ടും പരീശന്മാർ ഒറ്റയ്ക്ക് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവരിലൊരു വൈദികൻ, ഒരു പ്രമാണി ചോദിച്ചു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത്? ദൈവത്തിൻ്റെ 10 കൽപ്പനയെ യഹൂദന്മാർ 2ആയിട്ട് ചുരുക്കിയിരുന്നു. അത് ഈ 10 കൽപ്പനയിലുള്ള 2 കൽപ്പനകളല്ല. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഈ 10 കൽപ്പനയിലുള്ള ഏതോ 2 കൽപ്പനയാണ് എന്നാണ്. അങ്ങനെയല്ല. 10 കൽപ്പനയിൽ അതങ്ങനെ തന്നെയില്ല. ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണുള്ളത്. 10 കൽപ്പനയിലല്ല. അതുപോലെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നുള്ളത് 10 കൽപ്പനയിലില്ല. ലേവ്യപുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യമാണ്. അപ്പോൾ യഹൂദ റബ്ബിമാർ ഈ 2 വാക്യങ്ങൾ ആണ് 10 കൽപ്പനയുടെ രക്തചുരുക്കം എന്ന് പഠിപ്പിച്ചിരുന്നു. പരീശന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുന്നത് യേശു അതിനെതിരായിട്ട് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ യഹൂദ റബ്ബിമാർക്ക് യേശു എതിരാണെന്ന് വരുത്താനാണ്. യഹൂദ റബ്ബിമാരൊക്കെ കള്ളമാണ്, തെറ്റാണ് പഠിപ്പിക്കുന്ന, അവരുടെ വ്യാഖ്യാനം ശരിയല്ലെന്ന് പഠിപ്പിക്കാനാണ്. യേശു പറഞ്ഞു, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഇതാണ് 10 കൽപ്പനയുടെ ചുരുക്കം. അപ്പോൾ അവർ അത് സമ്മതിക്കുകയാണ്. നീ പറഞ്ഞത് ശരി എന്ന് അവർ സമ്മതിക്കുകയാണ്. അപ്പോൾ പരീശന്മാരോട് യേശു ഒരു ചോദ്യം ചോദിച്ചു, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ക്രിസ്തു ആരുടെ മകൻ? അവർ പറഞ്ഞു, ദാവീദ് പുത്രൻ. ദാവീദ് പുത്രൻ എന്ന് അവരുദ്ദേശിച്ചത് ദാവീദിൻ്റെ വംശത്തിൽ അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിൽ പിറക്കുന്ന ഒരു മനുഷ്യൻ യഹൂദന്മാർക്ക് മെശിഹയായി, അതായത് യഹൂദന്മാരുടെ രാജാവായി തീർന്ന് കൈസറുടെ കയ്യിൽ നിന്ന് അവർക്ക് രാജ്യം തിരിച്ചു പിടിച്ചു കൊടുക്കും. ഇതാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ പുത്രൻ എന്നവർ പറഞ്ഞത്. ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുന്ന ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു
ഒരു ശ്രേഷ്ഠനോ ഇസ്രായേലിൻ്റെ രക്ഷിതാവായി വരും. ഇതാണ് അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, ഈ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ലോകരക്ഷിതാവായി ഇസ്രായേലിൻ്റെ രക്ഷിതാവായി വരുന്നയാളെ ദാവീദ് ദൈവം എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. അത് 112 സങ്കീർത്തനത്തിലാണ്. അവിടെ എഴുതിയിട്ടുള്ളത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളൂ, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. അപ്പോൾ യേശുവിനെ ദാവീദ് കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു എന്നാണ് യേശുവിടെ പറയുന്നത്. നമുക്കത് 110 സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്ക. നിന്റെ ബലമുള്ള ചെങ്കോലോ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നിന്റെ സേനാദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സമേതാദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടി ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. നീ മൽക്കിസെദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. എൻ യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അപ്പോൾ ഇസ്രായേലിന് മശിഹ വരുന്നത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണെന്നാണ് 110 സങ്കീർത്തനം പറയുന്നത്. പിതാവ് ഈ മശിഹയോട് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുള്ളൂ, നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന മശിഹ തമ്പുരാൻ, ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാൻ ആണ് ഇസ്രായേലിനെ രക്ഷിക്കാൻ വരുന്നത് എന്നാണ് ദാവീദ് 110 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ ആ മശിഹ ദാവീദിൻ്റെ പുത്രനാകും എന്നാണ് യേശു ചോദിക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ വംശത്തിലെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു രാജാവ് ഇസ്രായേലിനെ കൈസറുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ള അവരുടെ ധാരണ ശരിയല്ല. ദൈവം തന്നെ മനുഷ്യനായി, അല്ലെങ്കിൽ ദാവീദിൻ്റെ വംശത്തിൽ യഹൂദ ഗോത്രത്തിൽ മനുഷ്യനായി വന്ന് അവരുടെ രക്ഷിതാവായി തീരും. അതാണ് പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത് എന്ന് യേശു പറഞ്ഞു. അവരൊരക്ഷരം പോലും പറഞ്ഞില്ല. പിന്നെ അവനോട് ആരും ഒന്നും സംസാരിക്കാൻ തുനിഞ്ഞില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വെറും ഒരു മനുഷ്യനായിട്ട് അവർ വിചാരിച്ചു. പക്ഷേ യേശു പറഞ്ഞു, വെറും മനുഷ്യനല്ല, മനുഷ്യനായി തീർന്ന ദൈവമാണ്. ഇന്നും ആളുകൾക്ക് യേശു മറിയയുടെ മകൻ, മറിയയാണ് വലിയ ആള്, അമ്മ മറിയയുടെ മകൻ, അമ്മയല്ലേ വലുത്, മകനല്ലല്ലോ എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ മറിയാമിൻ്റെ ഗർഭത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ചെറുതായി വരികയായിരുന്നു എന്ന് ആളുകൾ വിചാരിക്കുന്നില്ല. മറിയയുടെ പാട്ടിലുള്ളത്, അവൻ തൻ്റെ ദാസിയായ എൻ്റെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു എന്നാണ്. കൃപയാണ്, എനിക്ക് അർഹതയില്ലാത്ത അനുഗ്രഹമാണ് ലഭിച്ചത് എന്നാണ് മറിയാം പറയുന്നത്. പക്ഷെ ചില ആളുകൾ പറയുന്നത് മറിയാമാണ് വലിയത് എന്നാണ്. യഹൂദന്മാരുടെ പരീശന്മാരും സാധുക്കരും ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ യേശു ഇവിടെ പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ല, ദൈവമാണ് മനുഷ്യനാകുന്നത്. അപ്പോൾ താൻ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെന്ന് യേശു അവരോട് പച്ചയ്ക്ക് പറയുകയായിരുന്നു. പക്ഷേ അവർക്കത് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം ഒരു ചോരക്കുഞ്ഞായി പിറക്കുമോ, കാലിത്തൊഴുത്തിൽ കിടക്കുമോ, ഒരു തച്ചൻ്റെ വീട്ടിൽ വളരുമോ, പട്ടിണിയും ബുദ്ധിമുട്ടും നഗ്നതയും അനുഭവിച്ചുകൊണ്ട്, നഗ്നതയും ശീതവും അനുഭവിച്ചുകൊണ്ട്, വെയിലും മഞ്ഞും മഴയും കൊണ്ട് ജീവിക്കാൻ ഇടയാകുമോ? അവസാനം ഇങ്ങനെ ഒരു ഉപദേശിയെപ്പോലെ അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവിനെ പോലെ ഇങ്ങനെ നടന്ന് പടകിലുമൊക്കെ കിടന്നുറങ്ങി, മണൽത്തിട്ടുകളിലൊക്കെ കിടന്നുറങ്ങി, കാട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഒറ്റ വസ്ത്രം ധരിച്ച് വിശന്നും ദാഹിച്ചും ഒക്കെ കഴിയാനിടയാകുമോ? ഇതായിരുന്നു അവരുടെ സംശയം. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം യേശുവിൻ്റെ ജീവിതത്തിൽ കന്യകയിൽ നിന്ന് ജനിക്കണം, യഹൂദ ഗോത്രത്തിൽ ജനിക്കണം, ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കണം, അബ്രഹാമിൻ്റെ കുലത്തിൽ ജനിക്കണം, ബേത്ലഹേമിൽ ജനിക്കണം, നസറേത്തിൽ വളരണം, ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കണം, ആളുകൾ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്യണം,
ഇതെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിവർത്തിച്ചുകൊണ്ടാണ് യേശു മനുഷ്യാവതാരം ചെയ്തത്, അല്ലെങ്കിൽ ദൈവം ഭൂമിയിലേക്ക് വന്നത്, നമ്മുടെ നരകമേറ്റുകൊണ്ട് മരിച്ചത്, ഉയർത്തി ജീവിക്കുന്നത്. നമ്മുടെ ശിക്ഷയാണ് യേശു അനുഭവിച്ചത്. യേശു ഉയർത്തി ജീവിക്കുന്നു. ആ ജീവിക്കുന്ന യേശുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ദൈവമക്കളായി തീരാൻ കഴിയും. ദൈവം അതിനെവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.